എന്തായാലും SSCRRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ Tier 1 Tier 2 അതായത് 2 എക്സാം വഴി മാത്രം യാതൊരു ഇന്റർവ്യൂവും ഇല്ലാതെ Tier 1 Tier 2 എക്സാം എഴുതിക്കൊണ്ട് മാത്രം കേന്ദ്ര സർക്കാർ സേനയിലെ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന എക്സാം ആണ് നമ്മുടെ CGL എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ നോട്ടിഫിക്കേഷൻ CGL 2025ന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ് അല്ലെ. ഏപ്രിൽ മാസത്തിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുകയും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് Tier 1ന്റെ. അത് കഴിഞ്ഞ് Tier 2 ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ Tier 1 അവസാനിക്കുകയും അതിനുശേഷം ഒരു 2 months കഴിയുമ്പോൾ തന്നെ നമുക്ക് Tier 2 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഇനിയും ഏകദേശം ഇതിപ്പോ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ, അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഒരു 4 to 5 months, ഇനിയുള്ള ഒരു 4 to 5 months നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനി വരുന്ന ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കുള്ളതാണ് അല്ലെ. അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അത്യന്താപേക്ഷിതമായി അറിയേണ്ട ഒരു കാര്യമാണ്. ഏത് എക്സാം ആയാലും അതിന്റെ സിലബസ് പ്രോപ്പറായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണോ, എന്നെ കൊണ്ടിത് പറ്റുന്നതാണോ, എനിക്കിത് അറിയുന്ന കാര്യങ്ങളാണോ, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ എന്നൊരു സെൽഫ് അസസ്മെന്റ് നമ്മൾ തന്നെ ആദ്യം നടത്തിയതിനു ശേഷമാണ് ഏതൊരു എക്സാം ആണെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് CGLന്റെ സിലബസ് അനാലിസിസ് ആണ്. റെഡി? അപ്പൊ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. ഈ ഒരു 4 സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാമിന് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതിപ്പോ Tier 1 ആണെങ്കിലും Tier 2 ആണെങ്കിലും നമുക്ക് സെയിം സബ്ജക്റ്റുകളാണ്. Tier 1നും Tier 2നും സെയിം സിലബസ് ആണ്. Tier 2 മെയിൻസ് എക്സാം ആകുമ്പോഴത്തേക്കും കുറച്ച് സബ്ജക്റ്റുകൾ കുറച്ചും കൂടി ഇത്തിരി, ഇപ്പൊ ക്വാണ്ട് റീസണിങ് ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ടോപ്പിക്കുകളും കൂടി ആഡ് ആവുന്നേ ഉള്ളൂ. എന്നാലും ഒരു 80-85% അല്ലെങ്കിൽ 90-95% നമുക്ക് Tier 1ലെ സാധനങ്ങൾ തന്നെയാണ്, Tier 1 ടോപ്പിക് തന്നെയാണ് Tier 2നും പഠിക്കാനുള്ളത്. കുറച്ച് ഇച്ചിരി എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ Tier 1നും Tier 2നും ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ Tier 1 എക്സാമിനേഷന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻ ആണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നുണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 25 മാർക്കിനാണ് 25 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. മാക്സിമം മാർക്ക് 50 ആണ്. ജനറൽ അവയർനെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്ക് 50 ആണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 25 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കാണ് ഉണ്ടാവുക. 1 hour ആണ് എക്സാം. 1 hour and 20 minutes ഫോർ ദി കാൻഡിഡേറ്റ്സ്. 1 hour 20 minutes ആർക്കാണ്? സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതുന്ന ആസ്പിറൻസിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതില് ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്? +2 ആണ് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയാൽ +2 മാർക്കാണ് ഉണ്ടായിരിക്കുക. ഇനി ഒരു ആൻസർ റോങ് ആണെങ്കിൽ -0.5 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ് നമ്മുടെ ഈ ഒരു CGL എക്സാം എന്ന് പറയുന്നത്. സോ എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ QA എടുക്കാം. അപ്പൊ QAക്ക് ഇത്രയും വലിയൊരു സിലബസ് കാണുമ്പോൾ നമുക്ക് അതിന് ടെൻഷൻ ആവും അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളാക്കി വേണമെങ്കിൽ തിരിക്കാം. 3 അല്ലെങ്കിൽ 2. അതായത് നമുക്ക് അരിത്തമാറ്റിക് പാർട്ട് ഉണ്ടാവും, അഡ്വാൻസ്ഡ് മാത്സ് ഉണ്ടാവും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ DIയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അരിത്തമാറ്റിക് പോർഷനിൽ നിന്നും പെർസെന്റേജ് പഠിക്കാനുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, പിന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് പ്രോബ്ലം, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ, SICA സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, ബോട്ട് ആൻഡ് സ്ട്രീം. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് അല്ലെ. നമ്മൾ ഏതൊരു ലോജിക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് അരിത്തമാറ്റിക്കൽ നമ്മൾ വരുന്നത്. പണ്ട് തൊട്ടേ നമ്മൾ ചെയ്ത് പഴകിയിട്ടുള്ള കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് അരിത്തമാറ്റിക്കൽ വരുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന്, വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് മാനേജബിൾ ആയി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നേരിടുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അഡ്വാൻസ് മാത്സിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, LCM, HCF, സിംപ്ലിഫിക്കേഷൻ, ആൾജിബ്ര,
ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ജിയോമെട്രി, മെൻസുറേഷൻ, കോർഡിനേറ്റ് ജിയോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം സ്റ്റാറ്റിയിലും പ്രോബിലിറ്റിയിലും ആണെങ്കിൽ അതിന്റെ മെയിൻ കുറച്ച് ടോപ്പിക്സ്, അതായത് സ്റ്റാറ്റിയിലും പ്രോബിലിറ്റി എക്സ്ക്ലൂസീവ്ലി നമുക്ക് വേണമെങ്കിൽ പറയാം പ്രോബിലിറ്റിയിൽ മെയിൻസ് എക്സാമിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സ്റ്റാറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രിലിംസിലും ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. എന്നാലും കുറച്ചും കൂടി ടോപ്പിക് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻസ് എക്സാമിനാണ് കാണാനായിട്ട് സാധിക്കുക. പിന്നീട് വരുന്ന DIയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇത്രയുമാണ് മാത്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, നമുക്ക് കിട്ടില്ല, എനിക്കിത് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മനസ്സിലാവില്ല, അങ്ങനെ കുറേ അധികം കൺസേൺസ് നമുക്ക് ഉണ്ടാവും അല്ലെ. പക്ഷെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഈ വഴിക്കണക്കൊന്നും ശരിയാവുന്നില്ല, എനിക്കിത് അറിയില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ച് മാറ്റി വെക്കേണ്ട ഒരു സബ്ജക്റ്റേ അല്ല മാത്സ് എന്ന് പറയുന്നത്. കാരണം ഇതൊന്നും വഴിക്കണക്കോ അങ്ങനെയൊന്നും എഴുതി ചെയ്യാനല്ല നമ്മളെടുത്ത് പറയുന്നത്. ഓരോ ടൈപ്പ് പ്രോബ്ലം, ഇപ്പോൾ അരിത്തമാറ്റിക് ആണെങ്കിൽ അതിൽ ഓരോ പാർട്ടിനും നമ്മൾ ഓരോ ടൈപ്പായി സെഗ്രിഗേറ്റ് ചെയ്യുകയും ആ ടൈപ്പിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അതിനുള്ള സ്കിൽ സെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കൂടാതെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്റൻസീവ് പ്രാക്ടീസിലൂടെയും വർക്ക്ഔട്ട് സെഷനിലും കൂടിയാണ് നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് മാത്സിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാൽക്കുലേഷൻ ട്രിക്സ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിപ്പം അഡീഷൻ സബ്ട്രാക്ഷൻ ഉള്ള ടെക്നിക്സ് നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത പോലെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വളരെ പിന്നിലായി പോകും. പിന്നെ നമ്മൾ ടേബിൾസ് പഠിക്കുക, അതായത് 30 വരെയുള്ള 30 into 30 വരെ നിങ്ങൾ എന്ത് പഠിക്കണം? മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. 30 വരെയുള്ള സ്ക്വയർ പഠിക്കുക, 30 വരെയുള്ള ക്യൂബ് പഠിക്കുക. അത്രയും കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ വേദിക് മാത്സ്, ബേസ് മെത്തേഡ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ്, പിന്നെ ഡിവിഷൻ ഷോർട്ട് കട്ട്സ്, ഡിജിറ്റൽ സമ്മ, യൂണിറ്റ് ഡിജിറ്റ്, ഡിവിസിബിലിറ്റി റൂള്, ഫാക്ടേഴ്സ്, അപ്രോക്സിമേഷൻ, ഡീവിയേഷൻ മെത്തേഡ്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻ ടെക്നിക്സ് അത് നമ്മളെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് തന്നെ ടീച്ചേഴ്സ് അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള മാത്സ് പഠിക്കുന്നതിന് മുന്നേ ഇതേപോലെയുള്ള കാൽക്കുലേഷൻ ടെക്നിക്സും കൂടി സൈഡ് വൈസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളത് പോകും. കാരണം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം, ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും കുറേ ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഏറ്റവും ഷോർട്ട് ടൈമിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള കാര്യം. സോ അതിനുവേണ്ടി ഇതേപോലെയുള്ള കാൽക്കുലേഷൻ ടെക്നിക്സ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും നോക്കിയിട്ടുണ്ടാവണം. ഇനി നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയ ഒരു സിലബസിനെ നമുക്ക് എന്ത് ചെയ്യാം, വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് ആക്കി മാറ്റാം. അപ്പൊ വെർബൽ റീസണിങ്ങും ഉണ്ട്, നോൺ വെർബൽ റീസണിങ്ങും ഉണ്ട്. ഇപ്പൊ അനാലജി, ഓഡ് വൺ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സീരീസ്, മിസ്സിംഗ് നമ്പർ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, ബ്ലഡ് റിലേഷൻ, വെൻ ഡയഗ്രാം, സിറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ ഡിസ്റ്റൻസ്, ക്യൂബ്സ് ആൻഡ് ഡൈസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, വേർഡ് അറേഞ്ച്മെന്റ്, കലണ്ടർ ആൻഡ് ക്ലോക്ക്, ഇതെല്ലാം മെയിൻ ആയിട്ടും വെർബൽ റീസണിംഗിൽ വരുന്നത്. നോൺ വെർബൽ റീസണിംഗിലേക്ക് വരുന്ന സമയത്ത് സീരീസ്, നോൺ വെർബൽ, കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്, പേപ്പർ കട്ട് ആൻഡ് ഫോൾഡ്, എംബഡഡ് ഫിഗേഴ്സ്, കംപ്ലീഷൻ ഓഫ് ഫിഗർ, മിറർ ആൻഡ് വാട്ടർ ഇമേജ്, ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. കംപ്ലീറ്റ്ലി പ്യൂർലി ബേസ്ഡ് ഓൺ ലോജിക് ആണല്ലേ. ഇത് നമ്മളെ ആരും വന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിലും പല ടോപ്പിക്കുകളും. ഇപ്പൊ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആയാലും നമ്മുടെ എന്താ പറയാ ഡയറക്ഷൻ ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, ഇതേപോലെയുള്ള കുറെ ടോപ്പിക്കുകൾക്ക് എല്ലാത്തിനും അതിൻ്റെതായ ലോജിക് അപ്ലൈ ചെയ്ത് വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്യൂബ് ആൻഡ് ഡൈസ് ആയാലും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൺസ്യൂമിങ് ആണ്, സമയം ഭയങ്കരമായി കൺസ്യൂം ചെയ്യും. മാത്സ് ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പല ബുക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഷോർട്ട് സ്പാനിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്കൊരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഈസിലി ഒറ്റയ്ക്ക് പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ കാരണം കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്യുവർ ലോജിക് ആണ് എല്ലാം തന്നെ അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ.
നെക്സ്റ്റ് ഇനി ജനറൽ അവയർനെസ്, എല്ലാവരുടെയും ഒരു വില്ലൻ സബ്ജക്റ്റ് ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സെഷൻ. ഇതിൽ കുറെ അധികം സബ്ജക്ട് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. സ്റ്റാറ്റിക് GK, നമ്മുടെ നാഷണൽ പാർക്ക്, ഡാൻസ്, അങ്ങനെ വരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് സ്റ്റാറ്റിക്. ഫോക്ക് ഡാൻസ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഡാൻസ് ഫോംസ്, ഇതൊക്കെയാണ് ഫെസ്റ്റിവൽസ്, ഇതൊക്കെയാണ് സ്റ്റാറ്റിക് GKയിൽ വരുന്നത്. ഇനി കറണ്ട് അഫയേഴ്സിന്റെ സെഷനിലേക്ക് വരുന്ന സമയത്തേക്കും നിങ്ങൾ കവർ ചെയ്യേണ്ടത് മിനിമം 2 ഇയർ കറണ്ട് അഫയർ നമ്മൾ നോക്കിയിട്ട് പോയിട്ടുണ്ടാവണം. ഇപ്പൊ 2025 എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ CGL എക്സാം വരുന്നത് അവിടം തൊട്ട് 2023, 2024 മാൻഡേറ്ററി ആയിട്ട് നോക്കണം. ഇത്രയും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഇഫ് പോസിബിൾ 2022 മേജർ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. കാരണം ഇത്രയും ഒരു വാസ്റ്റ് ഏരിയയിൽ നിന്നും കറണ്ട് അഫെയർ നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കീം ആയാലും, റാങ്ക്സ് ആൻഡ് ഇൻഡെക്സ് ആയാലും, സ്പോർട്സ് ആയാലും, എല്ലാം തന്നെ എല്ലാ ഏരിയയിൽ നിന്നും നമ്മളെടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ആൻഷ്യന്റ്, മെഡീവിയൽ, മോഡേൺ ഇന്ത്യ, ഇതാണ് ഹിസ്റ്ററിയിൽ മേജർ പോർഷൻസ് വരുന്നത്. പിന്നീട് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി, പിന്നെ പൊളിറ്റി, എക്കണോമിക്സ് ടോപ്പിക് ഉണ്ട്. സയൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 3 ടോപ്പിക് ഉണ്ട് അല്ലെ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളും കൂടി ചേർന്നതാണ് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതിൽ NCERT ടെക്സ്റ്റ് വായിക്കുക. അതായത് GKന്റെ പോർഷനിൽ ഇപ്പം കറണ്ട് അഫയേഴ്സ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കുമായി NCERT എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബൈബിൾ അല്ലെ. NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ഗ്രേറ്റ്, ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും, പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല അല്ലെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായിച്ചു വിട്ടു, പരീക്ഷ പാസ്സായി, അങ്ങനെയാണ്. പക്ഷെ അതിനെല്ലാം ആവശ്യം ഇപ്പോഴുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, പണ്ടത്തെ NCERT ടെക്സ്റ്റ് എടുക്കുക, വായിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെന്റൻസ് കറക്ഷൻ, എറർ ഡിറ്റക്ഷൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, നമ്മൾ പണ്ട് എക്സാമിന് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്കൂൾ ലെവൽ എക്സാംസിന് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ്. സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, പാരാ ജംബിൾ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, നെറേഷൻ, ക്ലോസ് ടെസ്റ്റ്, സ്പെല്ലിംഗ് കറക്ഷൻസ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷിന്റെ സിലബസിൽ വരുന്നത്. അപ്പോൾ ഈ നമുക്ക് സിലബസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും CGL എക്സാം എന്ന് പറയുന്നത് ഒരു വലിയ എക്സാം ആണെങ്കിലും സിലബസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ തന്നെയാണ് ഈ എക്സാമിനുള്ളത്. അല്ലാതെ ഭയങ്കര പുറത്തുനിന്നുള്ളൊരു സാധനങ്ങൾ ഇല്ല. പക്ഷെ ഇതിന് കംപ്ലീറ്റ്ലി ഇത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കഠിനമായിട്ടുള്ള പരിശ്രമം, അല്ലെങ്കിൽ ഹാർഡ് വർക്കും ഉണ്ട്, സ്മാർട്ട് വർക്കും ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പഠിച്ച് കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 4 to 5 months മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിന്. സോ ഈ ഒരു സമയം ഏറ്റവും കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒറ്റയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. കാൽക്കുലേഷൻ ടെക്നിക്സ് ആയാലും, നമ്മൾ പ്രത്യേകിച്ച് GK, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഭയങ്കര സമയം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് പാനലിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാനായി നമ്മൾ ഒരുക്കുന്ന ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. മാർച്ച് 12 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 to 4 hours ക്ലാസ് ഡെയിലി ഉണ്ടായിരിക്കും. 400+ hours ഓഫ് ഡെയിലി ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ ഓൾറെഡി നമ്മുടെ CGL ബാച്ചുകൾ, CGLന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് റൺ ചെയ്യുന്ന ബാച്ചുകൾ, ഇവിടെ SSCക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് പോകുന്ന ബാച്ചുകൾ ഓൾറെഡി നമ്മളെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ്. സോ അപ്പൊ SSCക്ക് വേണ്ടി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, SSC CGLന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സെലക്ഷൻ ബാച്ച് മാർച്ച് 12 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,999 ആണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ചിന്റെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ CGL സ്വപ്നം കാണുന്ന 2025 CGL സ്വപ്നം കാണുന്ന എല്ലാ ആസ്പിറൻസിനും ഈ ഒരു ബാച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ജോയിൻ ചെയ്യാനായിട്ട് പറയുക. എല്ലാവർക്കും താങ്ക് യു.